നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. കോഷി റെസിഡ്യൂ തിയറത്തിന്റെ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ സി ടാൻ ഇസഡ് ബൈ ഇസഡ് സ്ക്വയർ മൈനസ് 1 dz കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ മോഡ് ഇസഡ് ഈക്വൽ ടു 3/2. ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. യൂസിങ് കോഷി റെസിഡ്യൂ തിയറം. റെസിഡ്യൂ തിയറം യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താണെന്നറിയോ? ഈ മോഡിസിറ്റികൾ 3/2 വരച്ചു. എന്താ മോഡിസിറ്റികൾ 3/2? 3/2 എന്ന് പറഞ്ഞാൽ 1.5 ആണ് റേഡിയസ്. അപ്പൊ സെന്റർ 0യും 1.5 റേഡിയസുമാണ്. മനസ്സിലായോ? 1.5 റേഡിയസും സെന്റർ 0യുമായിട്ട് സർക്കിൾ വരച്ചു. 1.5 സെന്റർ 0യും 1.5 റേഡിയസുമായിട്ടുള്ള ഒരു സർക്കിൾ വരച്ചു. ഓക്കെ, യൂസിങ് കോഷി റെസിഡ്യൂ തിയറം ആണ്. റെസിഡ്യൂ തിയറം ആയതുകൊണ്ട് നമ്മൾ ഇറ്റ് ഈസ് അനലിറ്റിക് എന്നൊന്നും പറയുന്നില്ല. എന്താണ് നമ്മൾ ചെയ്യുന്നത്? ഡയറക്റ്റ് പോള് കണ്ടുപിടിക്കുകയാണ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്തു? സെന്റർ 0 3/2 എന്നാണ് പറഞ്ഞ റേഡിയസ്. 3/2 റേഡിയസ് എന്ന് പറഞ്ഞാൽ 1.5 ആണ്. 1.5 റേഡിയസിലെ നമ്മളൊരു സർക്കിൾ വരച്ചു. ഇനി റെസിഡ്യൂ തിയറം ആയതുകൊണ്ട് നമ്മൾ ഇറ്റ് ഈസ് അനലിറ്റിക് എക്സെപ്റ്റ് അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് എന്ത് കണ്ടാൽ മതി? അതിനെല്ലാം കൂടിയിട്ടാണ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് പോള് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ആദ്യം തന്നെ പോള് കാണാണ്. ഒരു കാര്യം കൂടി ചെയ്തോട്ടെ. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞല്ലേ, ഡിനോമിനേറ്ററിനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമെന്ന് ആദ്യം നോക്കുക. അതുകൂടി ചെയ്തിട്ട് പോള് കാണാനായിരിക്കും നല്ലത്. ഇന്റഗ്രൽ ഓവർ സി ടാൻ ഇസഡ് ബൈ ഫാക്ടറൈസ് ചെയ്യുക ആദ്യം ക്വസ്റ്റിനെ. ഇസഡ് സ്ക്വയർ മൈനസ് 1 നമ്മൾ ചാക്കോമാഷ് പറഞ്ഞ പോലെ a മൈനസ് ബിന്റെ a പ്ലസ് ബി എഴുതിക്കൂടെ അല്ലെ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ പോലെയല്ലേ എടുക്കുന്നത്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എന്താണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ? ഈക്വൽ ടു എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി. ഓക്കെ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈക്വൽ ടു എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് കൊടുക്കുക അല്ലെ? അപ്പോ ഇസഡ് സ്ക്വയർ മൈനസ് 1 നമ്മൾ എന്ത് ചെയ്യാം? ഇസഡ് മൈനസ് 1 ഇൻറ്റു സെഡ് മൈനസ് സെഡ് പ്ലസ് 1 എന്ന് എഴുതാം. അപ്പൊ സെഡ് മൈനസ് 1 ഇൻറ്റു സെഡ് പ്ലസ് 1 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ ആണോ? അങ്ങനെ എഴുതിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പോൾസ് ആർ ഗിവൺ ബൈ കൊടുക്കുന്നത്. പോൾസ് ആർ ഗിവൺ ബൈ തന്നിരിക്കുന്ന ഇക്വേഷനെ പോള് കണ്ടുപിടിക്കുകയാണ്. സെഡ് മൈനസ് 1 ഇൻറ്റു ഇസഡ് പ്ലസ് 1 ഈക്വൽ ടു 0. സെഡ് ഈക്വൽ ടു 1, -1. ശ്രദ്ധിക്കുക, 2 പോയിന്റും ഇൻസൈഡ് സർക്കിൾ അല്ലേ? -1 ഇവിടെ വരും, +1 ഇവിടെ വരും. 2 പോയിന്റും ഇൻസൈഡ് സർക്കിൾ അല്ലേ? ബോത്ത് ആർ ഇൻസൈഡ് സർക്കിൾ ആണ് അല്ലെ? അപ്പൊ ഇത് പോളാണ്. നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഓരോന്നെടുത്ത് എഴുതാണ്. ഇത് രണ്ടിന്റെയും പവർ സിംഗിൾ അല്ലേ? അല്ലെ? ഹോൾ റേസ് ടു 1 ആണ് അല്ലെ? അപ്പൊ ഇത് രണ്ടും എന്ത് തന്നെയാണ്? സിമ്പിൾ പോൾ തന്നെയാണ്. എടുത്ത് എഴുതാം. ഇസഡ് ഈക്വൽ ടു 1 ഈസ് എ സിമ്പിൾ പോൾ. ജോഷി ഇന്നലെ ക്ലാസ്സിൽ ഉണ്ടാകുന്നില്ല, കുഴപ്പമില്ല, വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഇറ്റ് ഈസ് നോട്ട് അനലിറ്റിക് എന്ന് പറഞ്ഞ് ചെയ്യുന്നില്ലേ, അതിന് പകരം പുതിയൊരു പേര് വന്നുള്ളൂ കേട്ടോ. കോഷി റെസിഡ്യൂ തിയറത്തിലെ ഈ നോട്ട് അനലിറ്റിക് എന്ന് പറയുന്നതിന് പകരം പുതിയൊരു പേര് വന്നേക്കാണ്. അതിന്റെ പേര് പോൾ എന്നാണ്. ആ നോട്ട് അനലിറ്റിക് എന്ന് കണ്ടുപിടിക്കുന്ന പോയിന്റിനെ നമ്മൾ പോൾ എന്ന് വിളിക്കുന്നു. അപ്പൊ പോൾസ് ആർ ഗിവൺ ബൈ എന്ന് കൊടുത്താൽ മതി. ഓക്കെ, ആ കിട്ടുന്ന പോൾ ഉണ്ടല്ലോ, ആ പോളിന്റെ റേസ് ടു പവർ നോക്കാം. ഫോർ എക്സാമ്പിൾ സെഡ് മൈനസ് 1 ഹോൾ സ്ക്വയർ ആണ് എന്ന് വിചാരിക്കുക. ഹോൾ സ്ക്വയർ ആണെങ്കിൽ അതിനെ പോൾ ഓഫ് ഓർഡർ 2 എന്ന് പറയും. സെഡ് മൈനസ് 1 ഹോൾ ക്യൂബ് ആണെങ്കിലോ പോൾ ഓഫ് ഓർഡർ 3 എന്ന് വിളിക്കും. ഇവിടെ ഹോൾ സ്ക്വയർ ഹോൾ ക്യൂബ് എന്നല്ല, എന്ത് മാത്രമേ ഉള്ളൂ? സെഡ് മൈനസ് 1 മാത്രമേ ഉള്ളൂ. പവർ 1 ആണ്. അങ്ങനെയുള്ള പോളിനെ സിമ്പിൾ പോൾ എന്നാണ് വിളിക്കുക. എന്താണ് വിളിക്കുക? സിമ്പിൾ പോൾ. അപ്പൊ ഇപ്പൊ കിട്ടിയ ആൻസർ രണ്ടും എന്താണ്? ഈ രണ്ട് വാല്യൂസും എന്ത് തന്നെയാണ്? സിമ്പിൾ പോൾ ആണ്. അപ്പൊ എടുത്ത് എഴുതാണ് ഇസഡ് ഈക്വൽ ടു 1 ഈസ് എ സിമ്പിൾ പോൾ. ഇസഡ് ഈക്വൽ ടു 1 എന്താണ്? സിമ്പിൾ പോൾ ആണ്. അടുത്തത് ഇസഡ് ഈക്വൽ ടു -1 ഈസ് എ സിമ്പിൾ പോൾ. അതും എന്താണ്? അതും ഒരു സിമ്പിൾ പോൾ ആണ്. അപ്പൊ നമുക്ക് 2 പോളുകൾ കണ്ടുപിടിച്ചു. 2 പോളുകൾ കണ്ടുപിടിച്ചു. ഒരെണ്ണം സിമ്പിൾ പോള്, അടുത്തതും സിമ്പിൾ പോൾ ആണ്. അടുത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഈ 2 പോളുകളും ഇൻസൈഡ് ദ സർക്കിൾ ആണോ ഔട്ട്സൈഡ് ദ സർക്കിൾ ആണോ എന്നാണ്. ഇത് രണ്ടും ഇൻസൈഡ് ആണ്. അപ്പൊ ഇതിന്റെ ബ്രാക്കറ്റിൽ എഴുതാം ഇൻസൈഡ് എന്ന് എഴുതാം, ഇതിന്റെ ബ്രാക്കറ്റിലും എഴുതാം ഇൻസൈഡ് എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ കോഷി റെസിഡ്യൂ തിയറത്തിൽ നമ്മൾ ചെയ്യുന്നത് ഇൻസൈഡ് വരുന്ന പോളിന്
എന്താ പറയുക, അതിനനുസരിച്ച് അതിന്റെ റെസിഡ്യൂ എന്ന് പറഞ്ഞ പുതിയൊരു ടോപ്പിക് കണ്ടുപിടിക്കുകയാണ്. അതായത് Z=1 എന്ന് പറഞ്ഞ പോളിന്റെ റെസിഡ്യൂ കണ്ടുപിടിക്കണം. Z=-1ന്റെ റെസിഡ്യൂയും കണ്ടുപിടിക്കണം. അങ്ങനെ രണ്ടെണ്ണത്തിന്റെയും റെസിഡ്യൂ കണ്ടുപിടിക്കലാണ് നമ്മുടെ ഡ്യൂട്ടി. മനസ്സിലായോ? അപ്പൊ എന്താണ് നമ്മുടെ എയിം? നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് വരുന്ന പോളിന്റെ റെസിഡ്യൂ കണ്ടുപിടിക്കുക. അപ്പൊ റെസിഡ്യൂ തിയറത്തിൽ എന്താണ് ചെയ്യുന്നത്? റെസിഡ്യൂ തിയറത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഇൻസൈഡ് വരുന്ന പോളിന്റെ റെസിഡ്യൂ കണ്ടുപിടിക്കുക എന്നതാണ്. ഓക്കെ ആണോ? ഇതുവരെ നോട്ട് ചെയ്ത് വെക്കുക. എല്ലാ പ്രോബ്ലത്തിലും ഇതുവരെ നോട്ട് ചെയ്യണം. അപ്പൊ കോഷി ഇന്റഗ്രൽ ഫോർമുല തന്നെയാണ്, ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്നു നമ്മൾ. അത് 2πi ഇൻറ്റു അവിടെ ഫോർമുല f of a എന്ന് അപ്ലൈ ചെയ്യുന്നതിന് പകരം ഇവിടെ 2πi ഇൻറ്റു സം ഓഫ് റെസിഡ്യൂസ് എന്ന് പറയുന്നു കേട്ടോ. 2πi ഇൻറ്റു സം ഓഫ് റെസിഡ്യൂസ്. ഓക്കെ ആയോ? ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും ആദ്യം നമ്മൾ പോള് കണ്ടുപിടിക്കുക. പോള് സിമ്പിൾ പോളാണോ, പോൾ ഓഫ് ഓർഡർ 1 ആണോ, സോറി പോൾ ഓഫ് ഓർഡർ 2 ആണോ, പോൾ ഓഫ് ഓർഡർ 3 ആണോ എന്നൊക്കെ എഴുതി വെക്കുക. ഇനി റെസിഡ്യൂ കാണാൻ പോവാണ്. ശ്രദ്ധിക്കുക, കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്തവർക്ക് വേണ്ടി പറയാണ്. റെസിഡ്യൂ കാണുന്നതിനൊരു ഫോർമുലയുണ്ട്. സിമ്പിൾ പോള് വരുമ്പോൾ റെസിഡ്യൂ കാണാനുള്ള ഫോർമുല ഇതാണ്. സിമ്പിൾ പോള് വരുമ്പോൾ റെസിഡ്യൂ കാണാനുള്ള ഫോർമുല ഇതാണ്. റെസിഡ്യൂ at z=a f of z. ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. റെസിഡ്യൂ at z=a f of z equal to limit z tending to a z minus a into f of z. വളരെ സിമ്പിൾ ഫോർമുലയാണ്. എന്താണ് റെസിഡ്യൂ കാണാനുള്ള ഫോർമുല? ലിമിറ്റ്, ഒരു ലിമിറ്റ് കണ്ടുപിടിക്കുകയാണ്. എന്താണ് ഫോർമുല? ലിമിറ്റ് z tending to a, limit z tending to a z minus a into f of z. എന്താണ് റെസിഡ്യൂ കാണാനുള്ള ഫോർമുല? ലിമിറ്റ് z tending to a z minus a into f of z. ഓക്കെയാണ്? ഫോർമുല മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് ആദ്യം റെസിഡ്യൂ അറ്റ് z equal to 1 ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ആ ഫോർമുലയിൽ കൊടുക്കാം. ലിമിറ്റ് z tending to എന്താണ്? 1. ഏറെ സ്ഥാനത്തോടെ ആരാണ്? 1 ആണ് അല്ലെ. ലിമിറ്റ് z tending to 1 z minus a, അതായത് z minus 1 into f of z. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ റെസിഡ്യൂ കാണാൻ പോവാണ്. എന്താണ് ഫോർമുല? ലിമിറ്റ് z tending to 1 z minus 1 into f of z equal to limit z tending to 1 z minus 1 into f of z എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ എടുത്ത് എഴുതുക. എന്താണ് ക്വസ്റ്റ്യൻ? tan z by z minus 1 into z plus 1. z minus 1 z minus 1 വെട്ടിപ്പോയി. ബാക്കി ഒരു സ്റ്റെപ്പ് കൂടി എഴുതാം. ലിമിറ്റ് z tending to 1 tan z by z plus 1. ഇനി എന്ത് ചെയ്താൽ മതി? z കാണുന്ന സ്ഥലത്ത് 1 ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഈക്വൽ ടു tan 1, അതങ്ങനെ തന്നെ ഇട്ടാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട കേട്ടോ. tan 1 by 1 plus 1 ഈക്വൽ ടു tan 1 by 2 ഈക്വൽ ടു എത്രയാണ്? tan 1 by 2. ഓക്കെ ആണോ? tan 1 by 2 അതങ്ങനെ തന്നെ ചെയ്താൽ മതി. tan 1 വാല്യൂ ഒന്നും കൊടുക്കണ്ട, tan 1 by 2. അപ്പൊ ഓക്കെ ആണോ? അപ്പൊ ഇതാണ് റെസിഡ്യൂ. ഇത്രയുള്ള റെസിഡ്യൂ അല്ല, വലിയ റിസ്ക് ഒന്നുമില്ല. അടുത്തത് എന്ത് ചെയ്യണം നമ്മള്? അടുത്തത് എന്ത് ചെയ്യാം? ഇതെഴുതിയില്ലേ? ഞാൻ മാറ്റിയാണ്. അടുത്തത് റെസിഡ്യൂ അറ്റ് z equal to -1 കാണാണ്. അപ്പൊ ഈ ഫോർമുലയിലൊക്കെ -1 ആവുന്നുള്ളൂ. ലിമിറ്റ് z tending to -1 z minus -1 into f of z. z minus -1 എന്തായി മാറും? z plus 1 എന്നായി മാറും. z plus 1 into f of z. അപ്പോൾ അവസാനത്തെ ഇത് വെട്ടിപ്പോയി. എന്തായാലും വെട്ടിപ്പോണം കേട്ടോ. ക്യാൻസൽ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ആൻസർ തെറ്റാണ്. z tending to -1 z minus 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. tan -1 by -1 -1
നമുക്കറിയുന്ന റിസൾട്ട് ആണ് ടാൻ മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് ടാൻ തീറ്റയാണ്. ടാൻ -1 വരുമ്പോൾ മൈനസ് ടാൻ 1 ബൈ -2. രണ്ട് മൈനസും കട്ട് ചെയ്യുമ്പോൾ അതിന്റെ വാല്യൂ എന്ത് തന്നെ കിട്ടി? അതിന്റെ വാല്യൂ ടാൻ 1/2 എന്ന് കിട്ടി. രണ്ട് മൈനസ് നമ്മൾ കട്ട് ചെയ്തു, അതിന്റെ വാല്യൂ സൈഡിൽ എഴുതിച്ചുള്ളൂ സൈൻ മൈനസ് തീറ്റ. സൈൻ മൈനസ് തീറ്റയുടെ വാല്യൂ മൈനസ് സൈൻ തീറ്റയാണ്. കോസ് മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റയാണ്. പക്ഷെ ടാൻ മൈനസ് തീറ്റ അതും എന്താണ്? മൈനസ് ടാൻ തീറ്റയാണ് കേട്ടോ. ടാനും സൈനും മൈനസ് ഉണ്ട്, പക്ഷെ കോസിലില്ല, കോസിൽ പ്ലസ് ആണ്. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് 2πi കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ ഇന്റഗ്രലിന്റെ ആൻസർ ആയി കേട്ടോ. അപ്പൊ താഴെ എഴുതാണ് ബൈ കോഷി റെസിഡ്യൂ തിയറം. കോഷി റെസിഡ്യൂ തിയറം പറയുന്നത് ഇതാണ്. ബൈ കോഷി റെസിഡ്യൂ തിയറം ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ഡി സെഡ് ഈക്വൽ ടു 2πi ഇൻറ്റു സം ഓഫ് റെസിഡ്യൂസ്. റെസിഡ്യൂസ് തമ്മിൽ കൂട്ടുക, ഇൻസൈഡ് വരുന്ന റെസിഡ്യൂസ് തമ്മിൽ കൂട്ടുക. അപ്പൊ ക്വസ്റ്റ്യൻ എടുത്ത് എഴുതാം. ഇന്റഗ്രൽ ഓവർ സി tan z by z square minus 1 dz equal to 2πi into sum of residues. എന്താണ് റെസിഡ്യൂസ് കിട്ടിയത്? tan y/2 plus tan 1/2 അല്ലേ, equal to 2πi into 2 tan 1/2. 2 വെട്ടിപ്പോയാൽ ആൻസർ 2πi into tan 1. that is the answer. 2πi into tan 1. ഓക്കെ എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ റെസിഡ്യൂ കാണുന്നത് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഒരു ക്വസ്റ്റ്യൻ കൂടെ എഴുതാം. യൂസിംഗ് കോഷി റെസിഡ്യൂ തിയറം ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ സി z സ്ക്വയർ ബൈ z മൈനസ് 1 ഹോൾ സ്ക്വയർ ഇൻറ്റു z പ്ലസ് 2 dz. ഇത് നമ്മുടെ കോഷി ഇന്റഗ്രൽ ഫോർമുലയിലും ചെയ്യാട്ടെ ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ കാണുന്നുണ്ട് ബോർഡിൽ. ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ സി z സ്ക്വയർ ബൈ z minus 1 whole square into z plus 2. z minus 1 whole square into z plus 2 dz, where c is mod z minus 2 equal to 2. Where c is mod z minus 2 equal to 2. Where c is mod z minus 2 equal to 2. ഓക്കെ ആണോ? അപ്പൊ ആദ്യം സർക്കിൾ ഒന്ന് വരച്ചു നോക്കാം അല്ലെ. സർക്കിളിന്റെ പ്രത്യേകത എന്താ? സെൻട്രം 2 റേഡിയസ് 2 അല്ലെ. സെൻട്രം 2 റേഡിയസ് 2 ആണ്. അപ്പൊ നമ്മൾ മാർക്ക് ചെയ്യണേ 1 2 3 4 0 1 2 -2 -3 -1 -2 -3. സെൻട്രൽ 2 എന്ന് പറഞ്ഞാൽ 2. ഓക്കെ ആണോ? സെൻട്രൽ 2 റേഡിയസ് 2 ആണ്. ഈക്വൽറ്റിന്റെ അപ്പുറത്തും 2 ആണ്. അപ്പൊ റേഡിയസ് 2 എന്ന് പറഞ്ഞാൽ ഈ സെൻട്രൽ 2ൽ നിന്ന് ഇപ്പുറത്തേക്ക് 1 2 ഡിസ്റ്റൻസിൽ ഇങ്ങനെ വരവരയ്ക്കുക. ഈ സെൻട്രൽ 2ൽ നിന്ന് മുകളിലേക്ക് 1 2 ഡിസ്റ്റൻസിൽ മുകളിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക. സെൻട്രൽ 2ൽ നിന്ന് 1 2 ഈ സൈഡിലേക്ക് ഒരു വര വരയ്ക്കുക. താഴോട്ട് 1 2 ഈ സൈഡിലോട്ട് ഒരു വരയ്ക്കുക. അങ്ങനെ 4 വരകൾ വരച്ചിട്ട് ആ 4 വരകൾ തമ്മിലൊന്ന് റൗണ്ട് ആയിട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ഏകദേശം സർക്കിൾ ആവും കേട്ടോ. ഓക്കെ ആണോ? ഏകദേശം ഒരു സർക്കിൾ പോലെ വരും. സർക്കിൾ പോലെ വന്നാൽ മതി. ഇനി നമ്മൾ ഡയറക്റ്റ് എന്ത് ചെയ്യണം? ഇത് ഓൾറെഡി പാർഷ്യൽ ഫ്രാക്ഷൻ ഫാക്ടറൈസേഷൻ മോഡൽ തന്നെയാണ് കിടക്കുന്നത്. ഉടനെ തന്നെ നമ്മൾ എന്താ എഴുതാം? പോൾസ് ആർ ഗിവൺ ബൈ.
നേരിട്ടിട്ട് പോൾസ് കാണുകയാണ്. എന്താണ് പോള്? ഡിനോമിനേറ്ററിനെ ഈക്വൽ ടു 0. z-1 ഹോൾ സ്ക്വയർ ഇൻറ്റു z+2 ഈക്വൽ ടു 0. ഹോൾ സ്ക്വയറിനെ മൈൻഡ് ചെയ്യണ്ട. z-1 ഈക്വൽ ടു 0, z+2 ഈക്വൽ ടു 0. അപ്പോൾ z ഈക്വൽ ടു 1 z ഈക്വൽ ടു -2. അപ്പൊ നമുക്ക് 2 പോയിന്റാണ്, 2 പോളുകളാണ് കിട്ടിയത്. എടുത്തെഴുതാം. അതിൽ 1 എന്നുള്ളത് സിമ്പിൾ പോൾ അല്ല. കാരണം 1-ന് ഹോൾ സ്ക്വയർ ഉണ്ടായിരുന്നു. കണ്ടോ? 1-ന് ഹോൾ സ്ക്വയർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എടുത്തെഴുതാണ് z ഈക്വൽ ടു 1 ഈസ് എ പോൾ ഓഫ് ഓർഡർ 2. z ഈക്വൽ ടു 1 സിമ്പിൾ പോൾ അല്ല. z ഈക്വൽ ടു 1 ഈസ് എ പോൾ ഓഫ് ഓർഡർ 2 ആണ്. അതുപോലെ z ഈക്വൽ ടു -2 ഈസ് എ സിമ്പിൾ പോൾ. അത് സിമ്പിൾ പോൾ ആണ്. ഓക്കെ, മനസ്സിലായോ? z ഈക്വൽ ടു 1 ഈസ് എ പോൾ ഓഫ് ഓർഡർ 2. z ഈക്വൽ ടു 1 എന്ന് വിളിക്കുന്നത് പോൾ ഓഫ് ഓർഡർ 2 ആണ്. z ഈക്വൽ ടു -2 ഈസ് എ സിമ്പിൾ പോൾ. അത് സിമ്പിൾ പോൾ ആണ്. ഓക്കെ ആണോ? ഇതിൽ നോക്കാം. 1 ഇൻസൈഡ് സർക്കിൾ ആണ്. 1 ഇൻസൈഡ് ആണ്. പക്ഷെ -2 ഇവിടെ കിടക്കുന്നത്. അത് ഔട്ട്സൈഡ് ആണ് കേട്ടോ. -2 ഔട്ട്സൈഡ് ആണ്. ശ്രദ്ധിക്കണേ. ഇൻസൈഡ് വരുന്നതിന്റെ മാത്രം റെസിഡ്യൂ കണ്ടാൽ മതി. ഔട്ട്സൈഡ് ഉള്ള ആൾക്കാരുടെ റെസിഡ്യൂ കാണണ്ട. നമ്മുടെ തിയറം പറയുന്നത് ഇൻസൈഡ് സി എന്നാണ്. ഇൻസൈഡിൽ വരുന്ന ആൾക്കാരുടെ മാത്രമേ എന്ത് കാണേണ്ടതുള്ളൂ? റെസിഡ്യൂ കണ്ടുപിടിക്കേണ്ടതുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻസൈഡ് വരുന്നതിന്റെ റെസിഡ്യൂ കാണുന്നു. ഇതിന്റെ മാത്രമേ റെസിഡ്യൂ കാണേണ്ടതുള്ളൂ. ഓക്കെ ആണോ? ഇൻസൈഡ് വരുന്നതിന്റെ മാത്രം റെസിഡ്യൂ കണ്ടാൽ മതി കേട്ടോ. ഓക്കെ, റെസിഡ്യൂ കാണാൻ പോവാണേ. പോവാം. മാറ്റിയാണേ. അപ്പൊ ശ്രദ്ധിക്കുക. പോൾ ഓഫ് ഓർഡർ 2 ആ z-2 ആണെങ്കിൽ അത് ഇൻസൈഡ് വരും. ഇപ്പൊ z+2 ആയതുകൊണ്ട് അപ്പൊ z-2 ആണ് വരുന്നത്. ഇത് ഈക്വൽ ടു 0 വരുമ്പോ z ഈക്വൽ ടു 2 വന്നാ വരാ. ഓട്ടെ, അപ്പൊ അത് ഇൻസൈഡ് വരും. ഇൻസൈഡ് വരും. അപ്പൊ അതിന്റെ റെസിഡ്യൂ കാണണം. ഇൻസൈഡ് വന്നാൽ അതിന്റെ റെസിഡ്യൂ കാണണം. ഇൻസൈഡ് വന്നില്ലെങ്കിൽ കാണണ്ട. അപ്പൊ നമുക്കിവിടെ ഒരു പോയിന്റാ ഇൻസൈഡ് വന്നിട്ടുള്ളൂ. അപ്പൊ അതിന്റെ മാത്രം റെസിഡ്യൂ കണ്ടാൽ മതി. എന്താണോ ഇൻസൈഡിൽ വരുന്നത് അതിന്റെ മാത്രം റെസിഡ്യൂ കണ്ടാൽ മതി. ഇൻസൈഡിൽ ഒന്നും തന്നെ വന്നില്ലെങ്കിലോ? ഇൻസൈഡില് ആരും വന്നില്ലെങ്കിലോ നമുക്ക് റെസിഡ്യൂ ഇല്ല. ആ ആൻസർ 0 ആയിരിക്കും. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഇൻസൈഡ് വന്നത് പോൾ ഓഫ് ഓർഡർ 2 ആണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്തവർക്ക് വേണ്ടി പറയാണ്. ഞാൻ ഫോർമുല എഴുതിയിട്ടുണ്ടായിരുന്നു. വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് പേടിക്കണ്ട. ആ ഫോർമുലയില് എന്താ പറയാ, പോൾ ഓഫ് ഓർഡർ 2 വരുമ്പോ റെസിഡ്യൂന്റെ ഫോർമുല ഒന്ന് മാറുന്നുണ്ട് കേട്ടോ. പോൾ ഓഫ് ഓർഡർ 2 വരുമ്പോ റെസിഡ്യൂന്റെ ഫോർമുല എങ്ങനെയാണ്? റെസിഡ്യൂ അറ്റ് z ഈക്വൽ ടു a f of z ഈക്വൽ ടു പോൾ ഓഫ് ഓർഡർ 2 വരുമ്പോഴാണ് എന്താണ്? ലിമിറ്റ് z ടെൻഡിങ് ടു a 1/1 ഫാക്ടോറിയൽ ഇൻറ്റു d by dz of z minus a whole square into f of z. ഈ ഫോർമുലാസ് ബൈഹാർട്ട് ചെയ്യണേ. അതിൽ വേറെ നിവൃത്തിയില്ല. പോൾ ഓഫ് ഓർഡർ 3 ആണ് വരുന്നതെങ്കിലോ? പോൾ ഓഫ് ഓർഡർ 3 വരുമ്പോൾ ഇവിടെ 1/2 ഫാക്ടോറിയൽ d² വരും. അങ്ങനെ കണ്ടിട്ടില്ല. പോൾ ഓഫ് ഓർഡർ 3 കണ്ടിട്ടില്ല. കൂടുതൽ കണ്ടത് പോൾ ഓഫ് ഓർഡർ 2 വരെയാണ് കേട്ടോ. പോൾ ഓഫ് ഓർഡർ 3 വരികയാണെങ്കിലാണ് പറഞ്ഞത് 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യണം കേട്ടോ. 2 പ്രാവശ്യം ആ ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ.
അപ്പൊ നമുക്ക് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താണ് റെസിഡ്യൂ അറ്റ് z ഈക്വൽ ടു 1 f of z. a കാണുന്നിടത്തൊക്കെ 1 കൊടുക്കാണ്. ലിമിറ്റ് z ടെൻഡിങ് ടു 1. നമുക്കറിയാം 1/1 ഫാക്ടോറിയൽ തന്നെ 1/1 ആണ്. d by dz of z minus 1 whole square into f of z. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യൻ എന്തായിരുന്നു? z square by z minus 1 whole square into z plus 2. ഇതല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ. അതും ഇതും വെട്ടിപ്പോകും. വെട്ടിപ്പോയില്ലെങ്കിൽ നമ്മുടെ ആൻസർ തെറ്റാണ്. എല്ലാ പ്രോബ്ലവും നമ്മൾ എഴുതുന്ന ഈ പ്രോഡക്റ്റും അതിനും തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകട്ടോ. ക്യാൻസൽ ചെയ്യുന്ന പോണ ഇതിലായിരിക്കും എല്ലാ ക്വസ്റ്റ്യനും കിടക്കുക. ക്യാൻസൽ ചെയ്ത് പോയില്ലെങ്കിൽ നമ്മുടെ ആൻസർ തെറ്റാണ്. നമ്മൾ എഴുതിയതിൽ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ എഴുതാണ് ലിമിറ്റ് z ടെൻഡിങ് ടു 1 പോയി d by dz of ബാക്കിയുള്ളത് ആരാ? z സ്ക്വയർ ബൈ z പ്ലസ് 2. ഓക്കെ ആണോ? ഇതുവരെ ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഇനി ഇതിലെന്ത് ചെയ്യുന്നു? ഇതില് കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യുന്നു. എന്താണ് കോഷ്യൻ റൂള്? ഈ കൾപ്പ് എഴുതാം. ലിമിറ്റ് z ടെൻഡിങ് ടു 1 ബ്രാക്കറ്റ് ഇട്ടു. എന്താണ് കോഷ്യൻ റൂള്? z പ്ലസ് 2 ഇൻറ്റു, അതായത് ഡിനോമിനേറ്റർ ഇൻറ്റു. മനസ്സിലായോ? എന്താണ് കോഷ്യൻ റൂള്? ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ എന്നാണ്. എന്താ ന്യൂമറേറ്ററിന്റെ ഡെറിവേറ്റീവ്? z സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2z. മനസ്സിലാവണുണ്ടോ? ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ, ദാറ്റ് ഈസ് 2z മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ. ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ഇസഡിന്റെ ഡെറിവേറ്റീവ് 1 ആണ്, 2ന്റെ ഡെറിവേറ്റീവ് 0 ആണ്. ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ. അപ്പൊ എന്താണ് നമ്മുടെ കോഷ്യൻ റൂള്? ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ബൈ ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ. എന്താണ് നമ്മൾ കോഷ്യൻ റൂൾ കൂടി പറയാം? അടിയിൽ കിടക്കുന്ന ഫംഗ്ഷൻ, അതായത് z പ്ലസ് 2 ഇൻറ്റു മോളിത്തിന്റെ ഡെറിവേറ്റീവ് എത്രയാ? 2z മൈനസ് മോളിത്തെ ഫംഗ്ഷൻ ആരാ? z സ്ക്വയർ ഇൻറ്റു താഴത്തിന്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് 0 ബൈ താഴത്തിന്റെ സ്ക്വയർ കേട്ടോ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി സിംപ്ലിഫൈ ചെയ്യാൻ നിൽക്കണ്ട, ഡയറക്റ്റ് എന്ത് കൊടുക്കുക? 1 ഇട്ട് കൊടുക്കുക. ഈക്വൽ ടു ലിമിറ്റ് കൊടുക്കാണ് 1 പ്ലസ് 2 ഇൻറ്റു 2 മൈനസ് 1 സ്ക്വയർ ഇൻറ്റു 1 by 1 plus 2 the whole square equal to 3 into 2 6 minus 1 by 3 square. 6 minus 1 on 5 by 9. Okay no? तो बाकी इधर by Cauchy residue theorem integral over c f of c z dz equal to 2 pi I into sum of residues. നമുക്ക് ഒരു പോയിന്റ് മാത്രമേ ഇൻസൈഡ് ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് അതിന്റെ മാത്രം റെസിഡ്യൂ കണ്ടാൽ മതി. ഇതാ ക്വസ്റ്റ്യൻ എടുത്ത് എഴുതാം. ഇന്റഗ്രൽ ഓവർ സി z സ്ക്വയർ ബൈ z മൈനസ് 1 ഹോൾ സ്ക്വയർ ഇൻറ്റു z പ്ലസ് 2 dz ഈക്വൽ ടു 2 pi I into 5 by 9 ഈക്വൽ ടു 10 pi I by 9. ഓക്കെ, ഇതാണ് കോഷി റെസിഡ്യൂ തിയറത്തിന്റെ പ്രോബ്ലം. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. എന്ത് വന്നാലും ശ്രദ്ധിക്കുക, സർക്കിൾ വരയ്ക്കുക, ഇൻസൈഡിൽ വരുന്നതിന്റെ മാത്രം റെസിഡ്യൂ കാണാം. സിമ്പിൾ പ്രോബ്ലം ആണെങ്കിൽ വളരെ ഈസിയാണ്. പോൾ ഓഫ് ഓർഡർ 2 ആണെങ്കിൽ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യണം. പോൾ ഓഫ് ഓർഡർ 3 ആണ് വരുന്നതെങ്കിൽ 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. നെക്സ്റ്റ് ടോപ്പിക്ക് ഇതിന്റെ അപ്ലിക്കേഷനാണ്. കോഷി റെസിഡ്യൂ തിയറത്തിന്റെ ഒരു അപ്ലിക്കേഷനാണ്, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അടുത്ത ടോപ്പിക് അതാണ് കോണ്ടൂർ ഇന്റഗ്രേഷൻ. ഹെഡിങ് എഴുതാം, കോണ്ടൂർ ഇന്റഗ്രേഷൻ.